Good morning, all of you. Good morning, sir. കുട്ടപ്പായി എന്നാ അടുത്ത മാസം എന്നെ ഒന്ന് സഹായിക്കണം. എന്നാ ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ. എന്റെ പെമ്പറനോത്തി ഒന്ന് ഹൈദരാബാദ് വരെ കൊണ്ടുപോകണം. ആസ്മയ്ക്കുള്ള മീൻ വിഴുങ്ങാനാ. അതിന് സാർ ഇവിടുത്തെ പാവം പിള്ളേരുടെ പോർഷൻ വിഴുങ്ങിട്ട് തന്നെ പോണോ? കുട്ടപ്പായി ഒരാഴ്ചത്തെ ഇംഗ്ലീഷ് ഒന്ന്. ഇതായിപ്പോ ഇവിടുത്തെ ഒരു ഏർപ്പാട്. എന്റെ തലയിൽ ഓരോന്ന് കെട്ടിവെച്ചേച്ച് ഭാര്യയുടെ പ്രസവം, ആസ്മ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരങ്ങ് മുങ്ങിയേക്കുക. എപ്പോഴും ഈ കേസ് കെട്ടുന്നത് എന്നെ കൊണ്ട് പറ്റിയല്ല. നമ്മൾ വല്ല അരിച്ചാക്കോ ലോറിയോ ഒക്കെ ആയിട്ട് കഴിഞ്ഞോളാവേ. തേവക്കാട്ടേക്ക് സ്വന്തം മകളെ പറഞ്ഞേക്കെന്ന് വെച്ചാ അത്രയ്ക്ക് പുണ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോന്നാ. അറിയാലോ, ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാ. ആകെ സമ്പാദ്യം എന്ന് പറയാനുള്ളത് 3 പെൺമക്കളാ. നാട്ടു നടപ്പനുസരിച്ച് ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോ മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങള് ഉടുത്തൊരുങ്ങിയ പെങ്കൊച്ചനെ പള്ളിയിലോട്ട് എത്തിച്ചാ മാത്രം മതി. അതെ, ബാക്കി വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എന്നാലും എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു വിവാഹമാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ മോളെ പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട്. എതിരൊന്നും പറയരുത്. ചുരുങ്ങിയത് ഒരു 3 മാസത്തെ സമയമെങ്കിലും എനിക്ക് തരണം. ആ പറഞ്ഞതൊരു ന്യായമാണല്ലോ. അങ്ങനെയാന്നേ തൽക്കാലം കാര്യങ്ങളൊക്കെ നമുക്ക് വാക്കാൽ ഉറപ്പിച്ചു വെക്കാം. പിന്നെ പെൺകുട്ടിക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ലല്ലോ. അവക്കങ്ങനെ എതിരഭിപ്രായമൊന്നും വരേണ്ട കാര്യമില്ല. എങ്കിലും അവളുടെ മനസ്സുകൂടെ ഒന്ന് അറിയണമല്ലോ. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാൻ അവളോട് സംസാരിക്കാം. എന്നിട്ട് തേവക്കാട്ട് വന്ന് വിവരവും അറിയിക്കാം. എന്നാ പിന്നെ പറഞ്ഞതുപോലെ. ഓ, അല്ല, ടീച്ചറിന്റെ പിണക്കം ഇപ്പോഴും അങ്ങ് തീർന്നില്ലേ? എന്നതാ ഇത്ര ഗൗരവം? പിണക്കമാണോ അതോ നമ്മുടെ വിവാഹം ഉറപ്പിച്ചതിന്റെ ചമ്മലോ? വിവാഹോ? അപ്പനും ഇച്ചായന്മാരും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയില്ലല്ലോ. എല്ലാവരും നിമിത്ത. വീണ്ടും എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള പുറപ്പാടാണെങ്കിൽ വേണ്ട. ടീച്ചറെ എന്നതായി പറയുന്നേ? ആദ്യം ഈ കല്യാണം വേണ്ടെന്നൊക്കെ ഞാനും ചുമ്മാ സ്റ്റൈലിലങ്ങ് ജാറ കാച്ചിയല്ലയോ. അന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചപ്പോഴേ എനിക്കിഷ്ടായി. ഇപ്പതേ കല്യാണത്തിന് പൂർണ്ണ സമ്മതം കൊടുത്തേച്ച് തന്നെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇൻസൾട്ട് ചെയ്യാനൊന്നും അല്ല. എന്നാ ഇപ്പൊ വിശ്വാസമായി? നേരത്തെ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വിശ്വാസായി. നിങ്ങളുടെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് ഒരു കല്യാണക്കാരും പറഞ്ഞു വന്നിരിക്കുന്നു. അല്ല, അപ്പനും ഇച്ചാനും കൂടെ അവിടെ വന്ന് എല്ലാം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത്? ഞാൻ അറിയാതെ എന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? കൊള്ളാം. ജോലി തിരിച്ചു വരണം, നിങ്ങൾ ഇനി ശല്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു എന്നാണോ? തേവക്കാട്ട് നിന്ന് ബന്ധുത ചേരാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലേ. മാത്രമല്ല നിങ്ങൾക്ക് നല്ല അറിവും സംസ്കാരവും തലയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു ബുദ്ധിജീവി പെൺകുട്ടിയെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊക്കെ സിലബസിലുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രം വിവരമുള്ളൊരു സാധാരണ ടീച്ചറാ. നമ്മളെങ്ങ് വെറുതെ വിട്ടേരെ മാഷേ.